കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Let the name of the Lord be glorified. മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. We are studying about death and life after death. ഇന്ന് നമുക്ക് അല്പം കൂടെ വേഗത്തിൽ പോയെങ്കിലേ ചില കാര്യങ്ങളെങ്കിലും ഒന്ന് ചിന്തിച്ച് തീർക്കുവാൻ കഴിയുള്ളൂ. Today we'll have to increase the pace if we have to reach about the topic in fullness. നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി മനുഷ്യന്റെ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. We attended last night what happens to man after his death. ഒരു പുനരുത്ഥാനം സംഭവിക്കും. There is a resurrection that will happen. ആ പുനരുത്ഥാന ശരീരം ആക്ഷരിക ശരീരമായിരിക്കും. And that resurrected body will be a literal body. അതിന്റെ വ്യത്യാസങ്ങൾ അല്പം കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കാം. The difference in the body we will see later on. എന്നാൽ വളരെ വ്യക്തമായി ഈ പുനരുത്ഥാന ശരീരത്തിൽ ഒരു ന്യായവിധി നടക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. But scripture is very clear that in this resurrected body there will be a judgment. എന്നോട് അല്പമെങ്കിലും ആ ഭാഗം ഒന്ന് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. There was a request to take that topic tonight. അല്പം ഞാൻ ആ ഭാഗം എടുത്തിട്ട് ബാക്കി സ്വർഗം എന്ന വിഷയത്തിലേക്ക് പോവുകയാണ്. We'll take on the topic of judgment initially and then go into this subject of. വളരെ വ്യക്തമായി എബ്രായലേഖനം 9:27 in Hebrews chapter 9 and 27. ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. It says it is appointed for man to die one, but after this the judgment. ഈ മരണാനന്തര ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുകയാണ്. It's an appointed time that God has given. മരണം ദൈവം നിയമിച്ച പോലെ മരണാനന്തര ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുകയാണ്. Just like God has appointed death, same way the judgment after death God has already appointed it. 2 കൊരിന്ത്യർ 5:10 വാക്യത്തിൽ 2 Corinthians 5 and 10 നമുക്ക് വളരെ പരിചയമുള്ളതുകൊണ്ട് വായിക്കണമെന്നില്ല. നാം എല്ലാവരും ആരും ഒഴികഴിവില്ല, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥലത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കും. We all have to stand before the judgment seat of Christ. എന്തിനു വേണ്ടിയാണ്? For what? ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന്. To receive what we have done in our body. പലരും തെറ്റിദ്ധരിക്കുന്നു സുവിശേഷ വേല അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പ്രതിഫലം തരികയോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. Some wrongly teach that it is for the reward in terms of the gospel. No. ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ പരിശോധിക്കുന്ന ദിവസമാണ്. It is whatever you have done in your body that will be measured that day. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് അതിന് തക്കവണ്ണം ലഭിക്കാനായിട്ട് അവിടെ നിൽക്കും. And for whatever you have done in your body, you will be rewarded on that day. റോമലേഖനം 14 Romans chapter 14 10 വാക്യവും 12 വാക്യവും 10 and 12. അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. There also we read. നമ്മിൽ ഓരോരുത്തരും എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസമുമ്പാകെ നിൽക്കും. We all will be standing before the judgment seat of Christ. നമ്മളിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് കൊടുക്കും. And we all, each one, will give account of himself to God. പൗലോസ് രണ്ട് ഭാഗത്തും പറഞ്ഞില്ല നിങ്ങൾ നിൽക്കുമെന്ന്, നാം ക്രിസ്തുവിന്റെ ന്യായസമുമ്പാകെ നിൽക്കുമെന്നാണ് പറയുന്നത്. Here he is not saying that he will stand or you will stand, but he is saying that we will stand. എന്ന് പറഞ്ഞാൽ പൗലോസും ആ ന്യായാസനത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. It says the apostle Paul also will be standing in the front of that judgment seat. എല്ലാ വ്യക്തികളെയും ജീവിതം പരിശോധിക്കും. Every life will be measured that day. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. It's a detailed study, the judgment seat of Christ. എന്തിനാണ് ഈ ന്യായവിധി നടക്കുന്നത്? Why is this judgment seat or that judgment happening? വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 5:10. 2 Corinthians 5:10 is one of the words which is very badly misunderstood. ആ വാക്യം ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാം. I'd like to clarify that first and then proceed. ഒന്ന് ശ്രദ്ധിക്കുക ആ വാക്യം. Let's go to that words. ആ 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. It says the things each one may receive the things done in body according to what he has done, whether good or bad. Whether good or bad, ഇത് നല്ലതാണോ തീയതാണോ, whether good or bad, അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. That aspect is misunderstood. നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്, നാം ചെയ്ത വിശുദ്ധിയാണോ അതോ പാപമാണോ എന്ന് പരിശോധിക്കുകയാണെന്ന്. There's a general misconception that whether it is the good work that we have done or we have done some sin. സ്വർഗത്തിൽ പാപത്തിന്റെ ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. In heaven there is no question of sin. ഞാൻ നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ഇനി ഓർക്കില്ല. As scripture reminds that your transgressions are not remembered. പാപങ്ങളുടെ
പരിഹാരം ക്രൂശിൽ സംഭവിച്ചു. Oh, the solution for the sins has been given on the cross. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാപവും, before you were saved, all the sins before you were saved, രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പാപവും, and even after you are saved, all the sins, ക്രൂശിലാണ് അതിന്റെ പരിഹാരം. Oh, the solution is in the cross. എന്നാൽ വിശുദ്ധൻ പാപം ചെയ്താൽ, but if a saint sins, ബൈബിളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, Bible is very clearly stating, ഈ ഭൂമിയിൽ വെച്ചൊരു ന്യായവിധിയുണ്ട്. in this earth itself there is a judgment. അതിന്റെ പേരാണ് ബാലശിക്ഷ. And that is the discipline of chastening. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗം എടുത്തേനെ. Oh, if you had the time, you could have gone into the aspect of chastening. അപ്പൻ മക്കളോട് ഇടപെടുന്ന പോലെ, just like a father deals with the son, എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, ദൈവം ബാലശിക്ഷ കഴിക്കുന്നു. God chastised those people. ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയാണ്. Oh, if you are not being chastised or disciplined, then you are not the children. നിങ്ങൾ ഇല്ലെജിറ്റിമേറ്റ് ആണെന്ന് പറയും. You are illegitimate. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു, ഇസ്രായേൽ എന്റെ പുത്രൻ. In terms of Israel, he said Israel is my son. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലുണ്ട്. Acts 4 that is mentioned. എന്നാൽ ഇസ്രായേലിനെ കാട്ടി പാപം ചെയ്ത രാജ്യങ്ങൾ അവിടെയുണ്ട്, അവരെ ശിക്ഷിക്കുന്നില്ല. But there are other nations who have done more grave sin, but they are not punished. Yes, എന്നാൽ ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കുന്നു. But Israel is punished by God. ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ ന്യായവിധിയുണ്ട്. So we need to understand that the believers have judgment in this earth. കാരണം നമുക്ക് ഈ ലോകത്തിൽ നിന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ന്യായവിധിയില്ല. Because once we go to the other shore, there is no judgment. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ശിക്ഷയുണ്ട്. Because now there is a punishment. ആ ശിക്ഷയുടെ പേര് ബാലശിക്ഷ എന്നാണ്. And that punishment is called chastisement. എന്നാൽ പാപികളെ ദൈവം ഇന്ന് ശിക്ഷിക്കുന്നില്ല. Lord is not punishing the sinners now. എന്നാൽ അവരെ ശിക്ഷിക്കാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. But God has appointed a time to punish them later on. അപ്പോൾ സ്വർഗ്ഗത്തിൽ വിശുദ്ധന്മാർ കടന്നു ചെല്ലുമ്പോൾ, so once these saints go into the heaven, പാപത്തിന്റെ പ്രശ്നമല്ല അവിടെ എടുക്കുന്നത്. there is no problem of sin that has been dealt there. എന്താണ് 2 കൊരിന്ത്യർ 5:10? Then what is this 2 Corinthians 5:10 referring അവിടെ to? വായിക്കുന്നു, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ? It says that what you have done in the body, whether good or bad. Good or bad എന്നാണ് അവിടുത്തെ വിഷയം. The subject is good or bad. എനിക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. Oh, it's a difficult thing to understand. ഞാൻ തന്നെ, എനിക്ക് ഗ്രീക്ക് അറിയില്ല, പക്ഷേ കുറെയൊക്കെ അറിയാം. എന്ന് പറഞ്ഞാൽ അക്ഷരമാലകളൊക്കെ അറിയാം. എനിക്ക് ഒരുപാട് ബുക്കുകളുണ്ട്. ഞാൻ തന്നെ ഇത് പരിശോധിച്ചു. His uncle started researching into the real meaning of this word. ഈ വാക്യത്തിന്റെ അർത്ഥം ഞാൻ പറയാം. And the meaning, actual meaning is this. പാപത്തിന്, തീയത് അല്ലെങ്കിൽ ബാഡ് എന്നുള്ളതിന് ഗ്രീക്കിൽ 2 വാക്കുണ്ട്. For bad or for sin, there are 2 words in Greek. Kakos and phaneros. Kakos and phaneros. Phaneros. P-O-N-E-R-O-S. Phaneros. ആ 2 വാക്കുകളോട് ഉപയോഗിച്ചില്ല. Those 2 words are not the one which is referred here. അതിന്റെ അർത്ഥം ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുന്നില്ല. അത് പാപം അല്ലെങ്കിൽ ആക്റ്റീവ് ഫോം ഓഫ് ഇവിൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഉപയോഗിച്ച വേർഡാണ് കാറ്റ്കോസ് ഓർ പനീറോസ്. That 2 word has a very bad meaning in terms of the sin. എന്നാൽ അതിന് പകരം പൗലോസ് ഇവിടെ ഉപയോഗിച്ച വാക്ക്, but the apostle Paul is using the word ഫോളോസ്. P-H-A-U-L-O-S. Follows is the word that is actually used. അതിന്റെ അർത്ഥം, the meaning of that is, ഹീബ്രു ഗ്രീക്ക് സ്റ്റഡി ബൈബിളിൽ നിന്ന് ഞാൻ എടുത്തത് ഞാൻ പറയാം. it's a meaning taken from Hebrew study Bible. അതിനകത്ത് ഇങ്ങനെ someone or something good for nothing. Someone or something good for nothing is the കൊള്ളത്തില്ല. It's not good for nothing. Yes, worthless. ഒരു ഗുണവുമില്ല. No benefit in that. ബാഡ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ അവന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. Oh, the real meaning of this bad here is that there is no worth from his life. എന്നാൽ അവിടെ നല്ലതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, but in terms of the good that is used here, agathos. Agathos is the word. Profitable. കൊള്ളാം. Beneficial. അപ്പോൾ ഈ ലോക ജീവിതം കഴിഞ്ഞ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ, so when you are in your life and going to heaven, സ്വർഗ്ഗം പരിശോധിക്കുന്നത്, the heaven is measuring ഈ ജീവിക്കാൻ തന്ന ജീവിതം സ്വർഗ്ഗത്തിന് പ്രോഫിറ്റബിൾ ആയിരുന്നോ പ്രോഫിറ്റബിൾ അല്ലായിരുന്നോ. whether your life which was given to in the earth to live, was it profitable or worthless. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥം. that is the exact meaning of this verse here. പൗലോസ് ഇത് ഭയപ്പെട്ടു. Apostle Paul was fearing. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 1 Corinthians 9 അതിന്റെ 26-27 വാക്യം. in 26 and 27, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി പോകരുത്. it says that I preach others and I myself may not be disqualified. Yes,
ആ വാക്ക് അവിടെ വരുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകരുത്. ചില ഭാഷാന്തരത്തിൽ I should not be cast away. In some translation, instead of disqualified, it is I should not be cast away. He don't want to be unprofitable. അവനെ കർത്താവ് പരിശോധിക്കുമ്പോൾ നിന്റെ ജീവിതം കൊള്ളത്തില്ല എന്ന് പറയാൻ ഇടവരരുത്. When the Lord measures him, he should not be found disqualified or cast away. So ഈ ജീവിതത്തിൽ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും, so with the life that we are living, all the aspects that we do, ശരീരം കൊണ്ട് ചെയ്തത്, what you have done in your body, you may be a housewife, you may be a housewife, ഒരു കൃഷിക്കാരനായിരിക്കാം, you may be a farmer, ഒരു ടീച്ചറായിരിക്കാം, you may be a teacher, ഒരു നേഴ്സ് ആയിരിക്കാം. you may be a nurse. See, whatever you do in your body, ആ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. Oh, you should be able to glorify God through your life. അത് പരിശോധിക്കും. And that will be measured. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, that what you did in your body. അതിന് അനുസരിച്ച് അവിടെ ജീവിതം പരിശോധിച്ച് പ്രതിഫലങ്ങൾ തരും. And it is according to that you will be rewarded in that day. ഈ പരിശോധനയിൽ in this measuring, ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞാലങ്ങ് വിടാം. couple of things and we'll move forward. ഏറ്റവും പ്രധാനമായ കാര്യം, the most important aspect, നമ്മൾ വായിച്ച വാക്യം തന്നെ, the verse that we read, 2 കൊരിന്ത്യർ 5:10 വാക്യം. 2 Corinthians 5 and 10. അതിന്റെ ഉദ്ദേശം എന്താണ്? What is the purpose of that? ക്രിസ്തുവിന്റെ ന്യായാസനത്തുമ്പാകെ വെളിപ്പെടും. It says that we must all appear before the judgment seat of Christ. We will be manifested. We will be manifested or എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വെളിപ്പെടാൻ പോവുകയാണ്. Oh, we are going to be manifested there. 1 കൊരിന്ത്യർ 3:13. First Corinthians 3 and 13. പൗലോസ് ഈ ഭാഗം ഇതേ സത്യമാണ് അവിടെ പറയുന്നത്. Same subject or reference is what we find there. 1 കൊരിന്ത്യർ 3:13. 1 Corinthians 3:13. അവിടെ പറയുന്നു, ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് ശോധന ചെയ്യും. It says each one's work will become clearer for that day. It will make clear what sort it is. What sort of work is it? It will become clear. എന്ന് പറഞ്ഞാൽ തീ പരിശോധിക്കുന്നത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. The fire, what is being revealed by fire is not the quantity but the quality. നാം ചെയ്ത കാര്യങ്ങളുടെ വലുപ്പമല്ല. It's not the big thing that we have done. പക്ഷേ നാം ചെയ്തതിന്റെ ക്വാളിറ്റി പരിശോധിക്കും. Oh, it's the quality of what we have done that could be tested. What sort it is. What sort of or what intention is that? ചെയ്ത പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ്? What is the intention of that work that you did? നമ്മൾ ചെയ്തതും കൊടുത്തതിനും എല്ലാം പ്രതിഫലമൊന്നും കിട്ടത്തില്ല. Oh, whatever we have given and done, we may not get reward for that. ഇല്ല, കർത്താവ് നമ്മുടെ ഉദ്ദേശങ്ങൾ പരിശോധിക്കും. Because behind it, God sees the motive or the intention. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. Matthew chapter 6. കർത്താവ് അവിടെ 3 കാര്യങ്ങൾ എടുത്തു പറയും. 3 things he is drawing out. സ്വർഗ്ഗത്തിലെ പ്രതിഫലത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. In terms of the rewards in heaven. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. Matthew chapter 6. അവിടെ 1-ാം വാക്യം നോക്കിയാട്ടെ. Verse 1. മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതി പ്രവൃത്തിയെ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. It says that take it you do not do your charitable deeds before men to be seen, otherwise there is no reward in heaven. Yes, സ്വർഗ്ഗത്തിൽ മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് ഭൂമി ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രതിഫലമില്ല. So if you are doing for things to please men, then there is no reward for that in heaven. Verses 2. Verses 2. നിങ്ങൾ പിശ കൊടുക്കുമ്പോൾ, Oh, when you give charitable deed, താഴോട്ട് വായിക്കുന്നു, later on we see, അത് മനുഷ്യൻ കാണേണ്ടതിന് ചെയ്യരുത്. don't do that men may see it. നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ, if you do it in secret, സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. oh, then they will be openly rewarded in heaven. പ്രാർത്ഥിക്കുമ്പോൾ, when you pray, നോക്കിയാട്ടെ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യം. verse 5 of the same chapter. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. Oh, don't pray that others may see. കഥകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രതിഫലം കിട്ടും. You shut your door and pray, and then you will be rewarded in heaven. 16-ാം വാക്യം. Verse 14. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, when you fast, നോട്ടീസ് അടിക്കരുത്. രഹസ്യത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, don't publish, but if you do it in secret, ദൈവം പ്രതിഫലം തരും. God will reward you. അപ്പോൾ കർത്താവ് പറഞ്ഞു, Lord says, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, when you give alms, when you give alms or നിങ്ങൾ charitable deeds, പ്രാർത്ഥിക്കുമ്പോൾ, when you pray, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, when you fast, ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രതിഫലമുണ്ട്. one thing we need to remind for every prayer there is a reward. ഞാൻ ഈ മുറി അടച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരും കാണുന്നില്ല. Oh, when I close
close my room and pray, nobody is seeing me. സഹോദരന്മാരെ, നിങ്ങൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. Oh sisters, when you pray, nobody is maybe seeing you. ക്രിസ്തുവിന്റെ വാക്ക് നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. Oh, what Christ reminds us is that when you pray in secret, you are heavenly rewarded in heaven. നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമായി അവൻ നിങ്ങളെ ആദരിക്കും. Oh, when what you do in secret, in public, he will reward you. നമ്മൾ ചിന്തിച്ചു വെളിപ്പെടുത്തുന്ന ദിവസമാണെന്ന്. Oh, we saw that it is a day when it will be revealed. 1 കൊരിന്ത്യർ 4:5. 1 Corinthians 4. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 5. 1 Corinthians 4 and verse 5. യെസ്, അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് നിങ്ങൾ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. Oh, he says, therefore judge nothing before the time until the Lord comes, who will both bring to light the hidden things of darkness and reveal the counsels of the heart. മനുഷ്യ ഹൃദയത്തിന്റെ ചിന്തകളെ വെളിപ്പെടുത്തും. Oh, he will reveal the thinking or the counsels of the heart. യെസ്, ദൈവം എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസം. Oh, there is a day when God is going to reveal everything. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം, But the most important thing in terms of the judgment seat of Christ, വെളിപ്പെടുത്തുകയാണ്. oh, he's going to reveal it. ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഭക്തനായിട്ട് ഒരു പക്ഷേ തോന്നിയേക്കാം. Oh, maybe when I'm standing here, I may be a very godly person. ഞാൻ ഭക്തനാണോ അല്ലയോ എന്ന് കർത്താവ് വെളിപ്പെടുത്തും. Oh, the Lord will reveal whether I'm a godly person or അവന് not. മാത്രമേ എന്റെ രഹസ്യ ജീവിതം Oh, അറിയൂ. because he only knows the motive and the secret life. എന്നെ തെറ്റിദ്ധരിച്ചേക്കാം, Maybe I may be misunderstood. പക്ഷേ കർത്താവ് അന്ന് വെളിപ്പെടുത്തും. Oh, but God will reveal that. അന്ന് ഓരോരുത്തരും പ്രതിഫലം കിട്ടും. And in that, each one will be rewarded. അത് മാത്രം മതി ഈ ലോകത്തെ നമുക്ക് മുന്നോട്ട് പോകാൻ. And that is enough for us to go forward. കർത്താവ് മുന്നോട്ട് നമ്മളെ നയിപ്പാൻ വലിയൊരു പ്രേരക ശക്തിയാണ്. This is a great inspiration for us to move forward. എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസം. A day when everything will be revealed. രണ്ടാമത്, Second aspect, നമ്മുടെ വിശ്വസ്തത പരിശോധിക്കുന്ന ഒരു സ്ഥലമാണ്. Oh, it's a day when our faithfulness is tested. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. I would not like to deliberate that. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം എടുത്താൽ, If you see Exodus chapter 40, 8 പ്രാവശ്യം 8 times അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അധ്യായത്തിൽ it is mentioned like that in that chapter. യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. It's like just like Lord spoke to യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. Lord spoke to Moses like that. ദൈവത്തിന് വസിപ്പാൻ ഒരു മന്ദിരം ഉണ്ടാക്കാൻ പറഞ്ഞു. Oh, he said that to make a tabernacle for Lord to reside. മോശ അതുപോലെ ചെയ്തു. And Moses did as commanded. ഹീബ്രു 3:2, എബ്രായലേഖനം 3:2, Hebrews chapter 3 and verse 2. മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. It says that Moses was found faithful in the house of God. യെസ്, ദൈവം കൽപ്പിച്ച പോലെ ചെയ്തു. Because he did what Lord commanded. നമുക്ക് ഒരു ഡോക്ട്രിൻ തന്നിട്ടുണ്ട്. Lord has given us a doctrine. അത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. And we are obligated to protect that. അത് അവിടെ, കാരണം ഇത് ദൈവത്തിന്റെ വാസ സ്ഥലമാണ്. Because it's a Lord's dwelling place. അത് മോശ അതുപോലെ അത് കീപ്പ് ചെയ്തു. ആ വിശ്വസ്തത, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ നിന്നെ വിചാരകനാക്കും. It says that Moses was faithful, so he was rewarded. You are faithful in little things, he will make you a steward of greater things. നമ്മൾ കർത്താവിനോട് വിശ്വസ്തരായി പാർക്കാം. Oh, let us live a faithful life. നാം അവിടെ കടന്നു ചെല്ലുമ്പോൾ, when we go to heaven, ഞാൻ ആ പ്രതിഫലത്തെ കുറിച്ചുകൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. we'd like to tell something about the rewards. വളരെ ദീർഘമായി പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ റിവാർഡ്. It's a lengthy subject to study the rewards in the judgment seat. നിങ്ങൾക്ക് ഇത് പഠിക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്റർനെറ്റിൽ കിടപ്പുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റഡി. If you want to have a detailed study in internet, you may find it. നിങ്ങൾക്ക് CD വേണമെങ്കിൽ ഞാൻ എത്തിച്ചേരാം. Uncle can arrange a CD for you. ഇതിന്റെ ഒരു മലയാളം ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. Uncle has written a Malayalam book for this. ഞാനത് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ ശ്രമിക്കുകയാണ്. And uncle is working on translating that into English. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. A very important topic that we need to study. ആ പ്രതിഫലം, ഇതിന്റെ റിസൾട്ട് 1 കൊരിന്ത്യർ 3:14 വായിക്കുന്നു. 1 Corinthians 3:14 says about the reward. അവിടെ വായിക്കുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ പ്രതിഫലം കിട്ടും, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയാൽ അവന് ഛേദം വരും. It says if anyone's work which he has built on it endures, he will receive a reward, and if anyone's work is burned, he will suffer loss. Yes, ഈ നഷ്ടപ്പെട്ടാൽ അവിടെ വായിക്കുന്നു, he will suffer loss. There will be a loss in the suffering. ഈ നഷ്ടത്തിന് വേദന ഉണ്ടാവുമെന്ന് പറയുന്നു. Oh, it says that there's a pain or there is a suffering in the loss that we will go through. അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും. Because we know that if we lose something, there's a great pain for us. അവിടെ ചെല്ലുമ്പോൾ എന്റെ ജീവിതം നഷ്ടമായെന്ന് തോന്നിയാൽ it will be a painful thing. Oh, it will be a painful thing if we reach there and find our life to be very unprofitable. എന്നാൽ സ്വർഗ്ഗത്തിൽ
But in heaven, ഒരു കാര്യം മാത്രം ഞാൻ ക്ലാരിഫൈ ചെയ്യാം. one thing we would like to clarify. It is not a place of socialism. It is not a place of socialism. പലരുടെയും ചിന്ത സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. We have a general thinking that everyone will be same. No. No. സ്വർഗത്തിൽ വ്യത്യാസമുണ്ട്. There will be a difference in heaven. കർത്താവ് പഠിപ്പിച്ചത് തന്നെ ഞാൻ ആദ്യം കാണിക്കാം. Let's see what Lord taught us. Matthew chapter 5. Matthew chapter 5. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. Matthew chapter 5. അതിന്റെ 19-ാമത്തെ വാക്യം. Verse 19. ഇങ്ങനെയാണ് വായിക്കുന്നത്. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനയിൽ നിന്ന് അഴിച്ച് മനുഷ്യനെ അങ്ങനെ പഠിപ്പിച്ചാൽ സ്വർഗരാജ്യത്തിൽ അവൻ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. It says, whoever therefore breaks one of the least of these commandments and teaches men, so shall be called least in the kingdom of heaven. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. But whoever does and teaches them, he shall be called great in the kingdom of heaven. അപ്പൊ കർത്താവ് പഠിപ്പിച്ചു സ്വർഗത്തിൽ ചെറിയവനുണ്ട്, സ്വർഗത്തിൽ വലിയവനുണ്ട്. So Lord is teaching that there is a least person and then a great person. ഒരു ചെറിയ ഡോക്ടറിനെ അഴിച്ച് പഠിപ്പിച്ചാൽ, if you are loosely teaching some of the doctrines, അവൻ സ്വർഗത്തിൽ പോകും. he will go to heaven. കർത്താവ് പറഞ്ഞു അവൻ സ്വർഗത്തിൽ ചെറിയവനായി മാറും. But he will be considered as a least person. എന്നാൽ അത് ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ വലിയവനായിരിക്കും. But those who does it and teach it, he will be considered great. ഒരു സ്റ്റേജ് കൂടെ ഉണ്ട്. One more stage. Matthew chapter 18. Matthew chapter 18. 18-ാം വാക്യം. Matthew chapter 18 and verse 4. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്ന സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാവും. It says therefore whoever humbles himself as this little child is the greatest in the kingdom of God. Small, great, greatest. greatest. അവ സ്വർഗത്തിൽ 3 സ്ഥാനം കർത്താവ് പറഞ്ഞു. There is 3 layers or 3 levels in heaven. വായിക്കാതെ 2 വാക്യം ഞാൻ പറയാം. I would like to refer to 2 words. Revelation 19:4. Revelation chapter 19 and 4. വീട്ടിൽ ചെന്ന് വായിക്കാം. We can read it at home. അതുപോലെ Revelation 11:18. Revelation 11:18 also. സ്വർഗത്തിൽ ആരാധനയ്ക്ക് ആഹ്വാനം കൊടുക്കുന്നു. It's a proclamation to come and worship. സ്വർഗത്തിലാണ്. In heaven, ദൈവത്തിന്റെ ദാസന്മാരായ ചെറിയവരും വലിയവരുമായുള്ളവരെ. It says those who are servants and those who are small and great. സ്വർഗത്തിൽ ചെറിയവനും വലിയവനും ഉണ്ട്. In heaven there is small and great aspect. വ്യത്യാസമുണ്ട്, റാങ്കിൽ വ്യത്യാസമുണ്ട്. There is a difference in the rank. 2. Second aspect. ചോദ്യവും വന്നിട്ടുണ്ട്. അത് നാളെ ചോദ്യത്തിന് മറുപടി പറയും. There are questions and that will be answered tomorrow. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കറുത്തിരിക്കുമോ വെളുത്തിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. Oh, whether I will be dark or white. അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ when we go in heaven, എനിക്ക് കറുത്തിരിക്കുമോ വെളുത്തിരിക്കുമോ എന്നറിയില്ല. എനിക്ക് ഒരു കാര്യം അറിയാം. I don't know whether it will be white or black. നമ്മൾ എല്ലാവരും തേജസ്കരിക്കപ്പെടും. But one thing is very sure that we will be glorified or transformed. ഗ്ലോറി കൊണ്ട് പൊതിയും. Oh, it will be covered with glory. പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം. But one subject uncle found it difficult to preach. പക്ഷേ ഞാനത് പ്രസംഗിക്കാൻ തുടങ്ങിയത് നമ്മുടെ പിതാക്കന്മാരുടെ എഴുത്തുകൾ ഞാൻ പരിശോധിച്ച ശേഷമാണ്. And it is after studying the writings of the forefathers, his uncle started to preach that. Yes, അവിടെ തേജസ്സിൽ വ്യത്യാസം ഉണ്ടായി. In that glory also there was difference. നമുക്കൊക്കെ നിറത്തി വ്യത്യാസമുണ്ട്. We have difference in colors. ഞാനൊരു അമേരിക്കൻ കമ്പനിക്ക് 17 വർഷം ജോലി ചെയ്തു. Uncle worked for 17 years for an American company. അന്ന് വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടേ പോകുള്ളൂ. കാരണം അന്ന് അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം. And we have to be well dressed in that company. ഞാൻ എത്ര ഡ്രസ് ചെയ്താലും whatever way I dress, ഈ ജോർദാനിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ എനിക്കൊരു ഇച്ചിരി വൈക്കളപ്പിയമോ. and when he goes and stands with a Jordanian person, there will be a little bit of complex there. അവിടെ ഒരുപാട് നാഷണൽസ് ഉണ്ട്. There are a lot of other nationalities. ഈ ജോർദാനിയുടെ മുഖമൊക്കെ ഇങ്ങനെ ഒരു ആപ്പിളിന്റെ കളർ. The color complexion of a Jordanian or a mixed person is like an apple color. എനിക്ക് ഒരു നിറവും എനിക്ക് നിവൃത്തിയില്ല. എന്റെ അപ്പന്റെ നിറം എനിക്ക് കിട്ടിയിരിക്കുക. But the color that I have got is my father's color. എനിക്കൊരു ചൂസ് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ നിറം തന്നെ എടുത്തു. Oh, if I had an option to choose, I would have taken that color. പക്ഷേ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ But when we go to heaven, there will be difference in glory. but there will be a difference in the glory. Yes. വാക്യം കാണിക്കാം. We'll see. 1 Corinthians 15-ാം അധ്യായം നോക്കി. Let's turn to 1 Corinthians. നമ്മളെല്ലാം ഗ്ലോറിഫൈഡ് ആകും. പക്ഷേ there will be difference in glory. We will all be glorified, but there will be difference in that glory too. Again, ഇത് പുനരുത്ഥാന ചാപ്റ്റർ ആണ്. 1 Corinthians 15. As we know, this is a resurrection chapter. അതിന്റെ 41-ാമത്തെ വാക്യം. Verse 41. Yes. Chapter 15 and verse 41. Yes. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തമ്മിൽ തേജസ്സിൽ ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ആവണം തന്നെ. It says that there is one glory of the sun, another glory of the moon, another glory of the stars. For the one star differs from another star in glory. So also is the resurrection. There will be difference in glory. So there will be a difference in glory is what this verse says. Same thing. Dr. Einstein, Saint Augustine ഇവരൊക്കെ ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. And various Lord's servants refer
refer to the same thing. See, ഇവിടെ ഡിസിപ്ലിൻ ചെയ്ത് വിശുദ്ധിയുള്ളവനായി ജീവിക്കുന്ന ഒരു വിശ്വാസിയെയും ജഡികനായി ജീവിക്കുന്ന ഒരു വിശ്വാസിയെയും ഒരേ തേജസ്സിൽ അവിടെ ആക്കുന്നത് ദൈവനീതിക്ക് ചേരുന്നതല്ലേ? If God is going to give the same glory to the person who has led a godly life and a person who has led a fleshly life or worldly life, God's justice does not stay there. Yes, അവിടെ ആ വ്യത്യാസം ഉണ്ടാകും. There will be a difference. Based on your devotion, നിങ്ങൾ കർത്താവിനോടുള്ള സ്നേഹവും സമർപ്പണവും അവിടെ പ്രതിഫലിക്കും ആ ദിവസം. Oh, it will be revealed how godly or how devoted you were to Christ. ഏറ്റവും ശോഭിക്കുന്ന എന്താണെന്നറിയാമോ? For those who will be the most glorious one. Daniel chapter 12. Let's turn to Daniel chapter 12. And verses 3. Verse 3. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന ഒരു നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നും ശോഭിക്കും. It says those who are wise shall shine like the brightness of firmament, and those who turn many to righteousness like the stars forever and ever. Yes, ഈ ലോകത്തിൽ സ്റ്റാർസ് ഉണ്ട്. In this earth there are stars, sports stars, film stars. അവരൊക്കെ ഇങ്ങനെ ശോഭിക്കുക. They are all shining. തെണ്ടുൽക്കറും സച്ചിൻ തെണ്ടുൽക്കറും ഒക്കെ they are all sports stars. The sports stars like Tendulkar, they are all shining. Yes, അതുപോലെ സ്വർഗ്ഗത്തിലുണ്ട് നക്ഷത്രങ്ങൾ. Even in heaven there are stars. They are heavenly stars. They are heavenly stars. അവരാരാണ്? Who are they? അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നു. Oh, they are those who turn many to righteousness. ബുദ്ധിമാന്മാർ, the wise man, ദൈവദാസന്മാർ, those who are Lord's കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്നവർ, those who faithfully serve the Lord, അവർ ശോഭിക്കുവോടെ. Oh, they will shine that day. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. Oh, your labor is not vain in Christ. Yes, നമ്മുടെ സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. In our position there may be difference. നമ്മുടെ തേജസ്സിൽ വ്യത്യാസമുണ്ട്. Oh, there may be difference in the glory that we receive. കിരീടങ്ങളുണ്ട്. There are crowns that will be given. പ്രതിഫലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Oh, rewards are many that has been mentioned. മരണശേഷം ന്യായവിധി കഴിയുമ്പോൾ, but after death, when the judgment is finished, നമ്മൾ വളരെ വ്യക്തമായി, but very clearly, മലാക്കിയുടെ പുസ്തകം എടുത്താൽ, if you go to മലാക്കിയുടെ അന്നത്തെ കാലത്ത് ഒരു പ്രശ്നമുണ്ടായി. ഈ ഭക്തന്മാരൊക്കെ പറഞ്ഞു, എന്തിനാ ദൈവത്തെ ഇങ്ങനെ റെട്ടുടുത്ത് ഉപവസിച്ചൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചും ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? Oh, there was a general thinking in that age when people said, what is the purpose of living such a godly life? What to be giving a lot of reverence to God? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. Oh, there is nothing beneficial to suffer like this. ഭക്തന്മാരോട് ദൈവം പറഞ്ഞു. In that day the Lord addressed to the saints like this. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം, Malachi chapter 3, 18-ാമത്തെ വാക്യം, verse 18. അപ്പോൾ ദൈവം ഉണ്ടാക്കുന്ന ദിവസം, അതായത് ഇനിയും വരുന്ന ദിവസം, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസം വീണ്ടും കാണും. It says that then you shall again discern between the righteous and the wicked, between one who serves God and one who does not serve him. ദുഷ്ടനും നീതിമാനും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. Oh, there will be a difference between righteous and the wicked. പക്ഷേ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം, oh, again there is a difference between the one who serves God and who does not serve him. ആ വ്യത്യാസം അവിടെ ഉണ്ടായി. Oh, there will be a difference. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. Oh, dear brethren, our life is very valuable. അത് പ്രതിഫലിക്കും. It will reveal one day. ആ ന്യായവിധിയിൽ, വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ ആലോചിക്കുക, ഒരു പ്രതിഫലമൊക്കെ കിട്ടാതെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലജ്ജാകരമായ ഒരു അവസ്ഥയിലേക്ക് മാറും. Oh, just imagine that judgment seat of Christ without one reward, how we stand. It will be a shameful experience. Yes, നമുക്ക് ഇന്ന് കർത്താവിന്റെ നാമത്തിലുള്ള പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകില്ലെന്ന് പറഞ്ഞു. Oh, today the scripture reminds us, even if you give a glass of water, that will not be left unrewarded. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let Lord enable us to do so. ഈ പ്രതിഫലങ്ങൾ പ്രാപിച്ച്, after having received this reward, അത് കുറച്ച് നാളത്തേക്കല്ല. it's not for some time. ചിലരുടെ ധാരണ ഇത് കുറച്ച് നാളത്തേക്കേ ഉള്ളെന്ന്. Some feel that it is for a small time or little time. No, ഈ പ്രതിഫലങ്ങൾ നിത്യതയിൽ പ്രതിഫലിക്കും. Oh, it is going to remain till eternity. സ്വർഗം എന്ന വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. Let's turn to the subject of heaven. കാരണം അരമണിക്കൂറേ ഉള്ളൂ. We have only half an hour. അതിന്റെ ശേഷം നാം ഈ പ്രതിഫലങ്ങൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, once we receive the rewards, we read in Ephesians chapter 5. കറയും കളങ്കവും ഒക്കെ മാറ്റിയിട്ട് നമ്മളെ പിതാവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യും. കറയും കളങ്കവും മാറ്റും. He will remove all the blemish and then make us stand before the Christ. ഇന്ന് കറയും കളങ്കവും ഒക്കെ ഉണ്ട്. We have all the blemishes that നമ്മൾ we എത്ര carry. ശ്രദ്ധിച്ചാലും നമ്മളിലെ കുറവുകളുണ്ട്. How much ever we are careful, there are a lot of shortcomings. കർത്താവ് അതെല്ലാം മാറ്റിയിട്ട് അവിടെ വെച്ച് അതെല്ലാം പരിഹരിക്കും.
And Lord will remove all those things and provide solution for that. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിക്കാൻ, സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാതെ മരിക്കുകയാണെങ്കിൽ അവിടെയും അത് പരിഹരിക്കാതിരിക്കും. അത് കർത്താവാണ് പിന്നെ പരിഹരിക്കുന്നത്. Or if you are dying without solving the issues among the brethren, that day God will take a solution for that too. ഇത് അവിടെ ഇരിക്കും. നിങ്ങൾ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. Oh, what you are binding here will be bound there. അപ്പൊ ഇവിടെ കെട്ടിക്കൊണ്ടങ്ങ് പോവാ, ഇവിടെ പ്രശ്നം തീർക്കാതെ പോവാണെങ്കിൽ അവിടെയും അത് തീരാതിരിക്കും, അത് കർത്താവ് അഴിക്കും. So even if there is some issues among the brethren here, God will loosen it and He will take the initiative to solve it. അങ്ങനെ നമ്മുടെ കറയും കളങ്കവും മാറ്റും. And like that He will remove all the blemishes and shortcomings. നാം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. Oh, we will enter into heaven. ഈ സ്വർഗം എന്നുള്ളത് ഒരുപാട് തെറ്റായ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. There are a lot of misunderstandings in terms of this subject. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം, One thing we need to understand. 3 ലോകമുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. Bible is very clear. There are 3 different worlds. ഫിലിപ്പിലേഖനം 2-ാം അധ്യായം Philippians chapter 2 10-ാം വാക്യം, and 10. സ്വർലോകം, ഭൂലോകം, അധോലോകം. It says that heaven, earth and under the earth. അപ്പം 3 ലോകമുണ്ടെന്ന് അത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. So it's very clearly that there are 3 different worlds. സ്വർഗമുണ്ട്, There is a heaven. സ്വർഗമുണ്ട്. There is a heaven. സ്വർഗമില്ലെങ്കിൽ, If there is no heaven, നമ്മുടെ ഈ ജീവിതം കൊണ്ടൊക്കെ 1 കൊരിന്ത്യർ 15:19 വായിക്കുന്ന പോലെ, from our life, the way we read in 1 Corinthians 19 അതിന്റെ 19 ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരുന്നുവെങ്കിൽ സകല മനുഷ്യരെക്കാട്ടിലും അരിഷ്ടന്മാരായിരുന്നു. It says that in verse 19, if this life only we have hope in Christ, we are all men the most pitiable. Yes, ഏറ്റവും പിറ്റിബിള ആളുകൾ ആരാന്ന് ചോദിച്ചാല് സ്വർഗമില്ലെങ്കിൽ പിറ്റിബിളായി പോയനെ. ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് വിശുദ്ധ ജീവിതമൊക്കെ നയിച്ചിട്ട് നമ്മള് സകല മനുഷ്യരിലും അരിഷ്ടന്മാരായി പോയനെ. So if there was no concept of heaven, living such a godliness life, we would have ended up as men being most pitiable. എന്നാൽ നമ്മുടെ ജീവിതത്തിന് വിലയുണ്ടാകുന്നത് ഒരു സ്വർഗമുള്ളത് കൊണ്ടാണ്. But the value to our life comes because there is something called heaven. ഒരു സ്വർഗമുണ്ടോ? Oh, is there a heaven? ഒരു സ്വർഗമുണ്ട്. There is a heaven. എന്താ അതിന്റെ തെളിവ്? What is the evidence? ചിലര് പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടെ തന്നെയാ സ്വർഗവും നരകവും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാ. Some say that all the heaven and earth is here itself. അല്ല, It's not like that. സ്വർഗം എന്ന് നമ്മളിപ്പോൾ വായിച്ചു, സ്വർലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. Oh, just like we read in the scripture, there is a place called heaven. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? How can we understand that? ഒന്ന്, First, മനുഷ്യന്റെ ആത്മാവില് in the spirit of the man, ഒരു ഉൾക്കണ്ണുണ്ട്. അവന് ഒരു ഉൾക്കണ്ണ്. അതായത് മൃഗങ്ങൾക്ക് ഒരു ജന്മസിദ്ധമായ വാസനയാണ്, ജന്മസിദ്ധ വാസന. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻസ്റ്റിങ്. Yeah, there is an instinct for the animals. എന്നാൽ മനുഷ്യന് ഇൻറ്റ്യൂഷൻ ആണ്, ഉൾക്കാഴ്ച. But man has an intuition. അതായത് മനുഷ്യന്റെ ചരിത്രം ആദ്യം തൊട്ട് പഠിച്ചാൽ, If you study the history of mankind, സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ജനറേഷനും ഒരു ഗോത്രവും ഇല്ല. there is no generation or tribe which has not thought about this concept of heaven. എന്താ അങ്ങനെ അവരൊക്കെ ഈ സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ചത്? Oh, why is that they are all thinking about heaven? അത് മനുഷ്യന്റെ ആത്മാവിന്റെ ആ ഇൻറ്റ്യൂഷനാണ്. Oh, because it is an intuition in the spirit of the man. ഈജിപ്തിലെ പിരമിഡിൽ, In the pyramid of Egypt, പിരമിഡ് പണിതത് BC 2170. it's in 2007. 2170 that it was built. ക്രിസ്തുവിന് 2107 വർഷം മുമ്പാ പിരമിഡ് പണിത്. It's almost 2000 years before Christ that it was built. അതിന്റെ ഭിത്തിയില്, in the walls of that pyramid, പടമുണ്ട്. there are pictures. അതായത് യാരു എന്ന് പറയുന്ന ഒരു സ്വർഗത്തിന്റെ പടമുണ്ട്. Yaru reference and a picture of a heaven. ആ സ്വർഗത്തിലെ വള്ളത്തിൽ അപ്പുറത്ത് കടത്തിക്കൊണ്ടുവന്നു. Oh, it's like a journey of a ship going ashore. ലോകത്തിലെ അനേക ഉത്സവങ്ങൾ നോക്കിയാൽ ഈ സ്വർഗത്തിന്റെ കൺസെപ്റ്റാണ്. And if you see a lot of festivals around the world, it is a concept of heaven that we can see. കേരളത്തിലെ ഓണം, if you see the festival of Kerala Onam, കള്ളവുമില്ല പൊളിയുമില്ല, എല്ലാരും ഒരുപോലെ സന്തോഷകരമായ ഒരു അവസ്ഥ. rejoicing time, there is no difference, all are one. കമ്മ്യൂണിസവും പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു ലോകമാണ്. It's the same concept that communist people teach. അത് എന്തുകൊണ്ടായി മാനവരാശി മുഴുവൻ സ്വർഗം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത്? Oh, why is that all the mankind have a linking towards the subject of ദൈവം heaven? മനുഷ്യന്റെ ആത്മാവിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഉൾക്കണ്ണാണ് അത്. ഉൾക്കണ്ണ്. It's because
Because God has given this intuition in the spirit of man. ഈ സ്വർഗ്ഗത്തിൽ ചെന്നെത്തുവാൻ അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. Oh, there is always a desire and eagerness for him to reach heaven. രണ്ട്, second aspect, ഞാൻ അത് വിടുകയാണ്. അത് ഒരു എവിഡൻസ് ആണ് സ്വർഗ്ഗമുണ്ടെന്നുള്ളതിന്. Oh, so that is an evidence that man is built with that intuition. രണ്ടാമത്തെ എവിഡൻസ്, second evidence, 550 പ്രാവശ്യം ബൈബിളിൽ സ്വർഗ്ഗം റെഫർ ചെയ്തിട്ടുണ്ട്. 550 times that the subject of heaven is referred to. അപ്പം ബൈബിൾ തീർത്തും സ്വർഗ്ഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. So we can see that there is a lot of emphasis on this subject of heaven. ഞാൻ ഈ വിഷയം ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു, സമയം പോരാ. But uncle wanted to take this subject in detail, but we don't have ഈ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, the many things that is happening in this earth, അത് സ്വർഗ്ഗം നിയന്ത്രിക്കുന്ന, it's controlled from heaven. സ്വർഗ്ഗത്തിൽ നിന്നാണ് ആ നിയന്ത്രണം. It's the full control is from heaven. ദൈവത്തെ 20 പ്രാവശ്യം ഗോഡ് ഓഫ് ഹെവൻ, സ്വർഗ്ഗത്തിലെ ദൈവം എന്ന് ബൈബിളിൽ പറയുന്നു. In Bible, in scripture, there are 20 times it is referred God of heaven. എന്തിനാ അങ്ങനെ പറയുന്നത്? Why is like that? സ്വർഗ്ഗരാജ്യം നിങ്ങളുടെ ഇടയിൽ, കിങ്ഡം ഓഫ് ഗോഡ് among you. Kingdom of God among you is some of the references. എന്തിനാ അത് പറയുന്നത്? Why is that referred? സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ദൈവം, the one who resides in heaven, ഭൂമിയെ നിയന്ത്രിക്കുന്നു. he is the one who is controlling the earth. ദാനിയേലിന്റെ പുസ്തകം, in the book of Daniel, എടുക്കാതെ ഞാൻ പറയട്ടെ. without taking that, ഈ നെബൂഖദ്നേസർ പുല്ല് തിന്നേണ്ടി വന്നു. he said that King Nebuchadnezzar had to eat grass. വലിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവാണ്. He was one of the big kings. അദ്ദേഹം 7 വർഷം പുല്ല് തിന്നേണ്ടി വന്നു. But he had to eat grass for 7 years. എന്തിനാ പുല്ല് തിന്നത്? Why did he eat grass? ഇവിടെ ഈ ദാനിയേൽ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. In Daniel we read like this. It is by the decree of the watchers. It is by the decree of the watchers. ആരാ ഈ വാച്ചേഴ്സ്? Who are these watchers? ദൂതന്മാരാണ്. They are the angels. ദൂതന്മാരുടെ കൽപ്പനയാണ് ഇവൻ 7 വർഷം പുല്ല് തിന്നണം, ഒരു രാജാവ്. Oh, it was the commandment of the angels that he should eat the grass for 7 years. സ്വർഗ്ഗം ഭൂമിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. We know that the heaven controls the affairs in the earth. 2 ദിനവൃത്താന്തം, Second Chronicles 7-ാം അധ്യായം 7. 14-ാമത്തെ വാക്യം. Second Chronicles 7:14. യെസ്, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ചാൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. It says that if my people who are called by my name will humble themselves and pray and seek my face, turn from their wicked ways, then I will hear from heaven. യെസ്, and heal their land. And forgive their sin and heal their land. യെസ്, ആ സ്വർഗ്ഗത്തിൽ ഇരുന്ന് പ്രാർത്ഥന കേൾക്കുമ്പോൾ ഭൂമിയിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നു. Oh, when he hears the prayer in heaven, he will provide solution to the earth. സ്വർഗ്ഗത്തിലെ ദൈവം, Oh, the God of heaven, നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ when he hears our prayers, വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്നു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ പ്രാർത്ഥന കേൾക്കുന്നു. Oh, it's very clearly clarified that there is a heaven and the heaven hears our prayers. Yes, സ്വർഗവും ഭൂമിയുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് കിടക്കുക. And that is how deeply it is linked to the heaven and the earth. മൂന്നാമത്, Third aspect, സ്വർഗത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. the subject of heaven was most taught by Lord himself. കർത്താവ് ഇത്ര ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച വേറെ ഒരു ഡോക്ട്രിൻ ഇല്ല. There is no other doctrine that Lord has so clearly taught us. മത്തായിയുടെ സുവിശേഷം If you come to the Gospel of Matthew, 6-ാം അധ്യായം chapter 6, 19-20 വാക്യം. 19 and 20. യെസ്, നിങ്ങളുടെ നിക്ഷേപം പുഴുവും തുരുമ്പും കെടുത്താത്ത സ്വർഗത്തിൽ നിക്ഷേപിക്കും കർത്താവ് പറഞ്ഞു. It says, do not lay up yourself treasures on earth, where moth and rust destroy, where thieves break, but lay up yourself treasures in heaven. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, When you pray, മത്തായി 6:9, Matthew chapter 6 and 9, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, it says, our Father in heaven. നിങ്ങൾ സ്വർഗത്തിലോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ Oh, look into the heaven and pray. ലൂക്കോസ് 10:20, Luke chapter 10 and 20. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ സന്തോഷിക്കാൻ പറഞ്ഞു. Rejoice, for your names are written in heaven. ലൂക്കോസ് 6 Luke chapter 6, 22-21, 20 and 21. അല്ല 22 and 23. 22 and 23. നിങ്ങളെ വിടക്ക് എന്നൊക്കെ എണ്ണുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു തുള്ളാൻ പറഞ്ഞു. ഒന്ന് വായിച്ചത്, നിങ്ങൾ ചാടാൻ പറഞ്ഞു, കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതായിത്തീരുക. Chapter 6 and verse 22 says, blessed are you when men hate you and when they exclude and revile you and cast out your name as evil for son of man's sake.
Rejoice in that day and leap for joy. സന്തോഷിക്കാൻ മാത്രമല്ല തുള്ളിച്ചാടിക്കോളാൻ പറഞ്ഞു. And for indeed your reward is great in heaven. കാരണം നിങ്ങളുടെ റിവാർഡ് കൂടുകയാണ് സ്വർഗ്ഗത്തിൽ. Because once you are not treated well, there is a reward increasing in heaven. ഒരു കാര്യം ഓർത്താൽ മതി. എന്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, ഈ ചുമ്മാ ഓരോരുത്തരോരോന്ന് പറയാം, അത് പ്രതിഫലം കൂടാനാന്ന് പറയും. One thing that Auntie reminds uncle is that if there is more insults, it is increasing your reward. ഭാര്യ പറയുന്നത് ചുമ്മാ ഇരുന്ന് പ്രതിഫലം കിട്ടാൻ ഇതേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. She reminds that to get a reward without doing anything is just for others. നിങ്ങളെ കുറിച്ച് മറ്റുള്ളവര് വിടക്കം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മിണ്ടായിരുന്നാൽ മതി, സ്വർഗ്ഗത്തിൽ പ്രതിഫലം കിട്ടും. Oh, when others revile you and insult you, just be silent. Your rewards in heaven is increasing. സ്വർഗ്ഗത്തിൽ പ്രതിഫലം ഉണ്ടെന്ന് കർത്താവ്. Oh God, Lord reminds us there is a reward in heaven. സ്വർഗ്ഗം ശരിയായിട്ടുള്ളൊരു സ്ഥലമാണോ? Oh, it's a literal place, this heaven. യോഹന്നാൻ 14. John chapter 14. നമുക്കറിയാം 2-3 വാക്യം. 2 or 3 words. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. I am going to prepare a place for you. It is a place. It's a place. അബുദാബി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. Abu Dhabi is a place. കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. Cochin is a place. അതുപോലൊരു സ്ഥലമാണ് സ്വർഗ്ഗം. Oh, it's a similar place, the heaven. സ്വർഗ്ഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. It's a place. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. He says, I'm going to prepare a place for you. അവിടെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചോളാൻ പറഞ്ഞു. And he says that lay up your treasures in heaven. That's the place. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. He says, in my father's house there are many mansions. വീട് ലിറ്ററൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. Oh, literally mansions. It's a place. കർത്താവ് വന്നത് എവിടുന്ന്? Where did the Lord Jesus come? യോഹന്നാൻ 6:38. John chapter 6:38. I came down from heaven. He says, I have come down from heaven. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. He has come down from heaven. അവൻ പുനരുത്ഥാനം പ്രാപിച്ച ശേഷം after resurrection. ലൂക്കോസ് 24:51. Luke 24:51. അവൻ അവരെ അനുഗ്രഹിക്കയിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. It says while he blessed them, he was parted from them and carried into heaven. He was carried into heaven. He was carried into heaven. He came down from heaven. He came down from heaven. He was carried up to heaven. Oh, he was carried up into heaven. അപ്പോൾ heaven ഒരു ശരിയായ സ്ഥലമാണ്. So it's a literal place, this heaven. അത് എവിടെയാ? Where is this place? എവിടാന്ന് ഞാൻ പറയുമ്പോൾ ഇനി എന്നെ കോട്ട് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ? Don't quote me and create problems when I say where is this. സ്വർഗ്ഗം എവിടാന്നറിയാമോ? You know where this heaven is? ചില സൂചനയുണ്ട്. There are little indications. ഒന്നാമത് സ്വർഗ്ഗം മുകളിലാണ്. First aspect is it is above in heaven. He came down from heaven. Just like he came down from heaven, so we can say it is upward. എന്നാൽ ഒരു 2 വാക്യം ഞാൻ എടുക്കുകയാണ്. 2 verses we would like to take. നിങ്ങൾ തന്നെ ഒന്ന് മറുപടി പറഞ്ഞേ. 75-ാം സങ്കീർത്തനം. Let's turn to Psalm 75. സ്വർഗ്ഗം എവിടാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയാമോ? And we ourselves will answer where that place is. അതിന്റെ 6-7 വാക്യം. Verses 6 and 7. കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു. It says, for exaltation comes neither from the east, nor from the west, nor from the south, but God is the judge. പിന്നെ എവിടുന്ന ഈ 3 സ്ഥലത്തൊന്നും അല്ലെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു സ്ഥലമുണ്ട്. There are 3 directions which is saying that it is not from. There is one more direction. വടക്ക്. It says north. നോർത്ത്. നോട്ട് ചെയ്തോണോ നോർത്ത്? Just note the place north. അവിടുന്നാണ് ഈ ഉയർച്ച വരുന്നതെന്നാണ് ഈ രേഖപ്പെടുത്തിയേക്കുന്നത്. It refers that there is an exaltation coming from the direction of north. അതുകൊണ്ട് വിശ്വസിക്കേണ്ട. യെശയ്യാപ്രവചനം 14-ാം അധ്യായം എടുത്താട്ടെ. Don't believe that only. Come to Isaiah 14. അവിടെ വീണ്ടും നമുക്ക് ഇതിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട്. Again we can see clarity, a light there. ഇവിടെ ലൂസിഫർ അവന്റെ സിംഹാസനം ഉയർത്തി ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നേ മോളി വെക്കാൻ പരിപാടി ഇട്ടു. Here we find Lucifer is trying to ascend higher than God. എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. Not all verses that we would like to read. 13-ാമത്തെ വാക്യം നോക്കി. Let's read verse 13. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. It says that I will ascend into heaven, I will exalt my throne above the stars of God. ഉത്തര ദിക്കിന്റെ അതിർത്തി സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. It says on the farthest side of the north I will also sit on the mount of congregation. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? On the farthest side of the north. ദൈവ സിംഹാസനത്തിന്റെ മുകളിൽ ഞാൻ പോയിരിക്കും. On the farthest side of the north. It says I will also sit on the mount of congregation on the farthest side of the north. Above the stars of God. Above the stars of God. Yes, ദൈവത്തിന്റെ ആ നക്ഷത്രങ്ങളുടെ മുകളിൽ ആ വടക്ക് ഭാഗത്ത് ഞാൻ അതിന്റെ മുകളിൽ പോയിരിക്കും. Oh, he says that I will exalt my throne above the stars of God in the farthest side of the north. ഭൂമി ഒരു ഗോളമാണ്. We know that earth is globe. ഒരു ഗോളമാണ്.
It's a circle. നമുക്കറിയാം അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എവിടെവാ? The top, we know where it is. നോർത്ത് പോള്. It's the North Pole. നിങ്ങൾക്കറിയാമോ ഈ നോർത്ത് പോളിന്റെ മുകളിൽ ഒരു സ്റ്റാർ ഉണ്ട്? And there is a star just above the North Pole. ഈ നോർത്ത് പോളിന്റെ മുകളിലുള്ള ആ സ്റ്റാറിന് പറയുന്നതാണ് നോർത്ത് സ്റ്റാർ. And the star above this North Pole is referred to as North Star. ആ നക്ഷത്രമാണോ ഈ ലൂസിഫർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. Is it that star that Lucifer is referring to? പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. But one thing is very നിങ്ങൾ sure. ശാസ്ത്രം പറയുന്നത് ശ്രദ്ധിച്ചാൽ, if you see what the science says, ഈ യൂണിവേഴ്സ് മുഴുവൻ ഈ നോർത്ത് സ്റ്റാറിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. the whole universe is circling around this North Star. ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും ഇതെല്ലാം നോർത്ത് സ്റ്റാർ അവിടെ നിൽക്കുകയാണ്, അതിന്റെ ചുറ്റുമാണ് കറങ്ങുന്നത്. All the galaxies, the earth, the moon, the earth is circling around this North Star. പണ്ട് കപ്പലിൽ യാത്ര ചെയ്തവര്, those who have traveled in ship, അവർ ഈ നോർത്ത് സ്റ്റാറിനെ ബേസ് ചെയ്താണ് അവര് കപ്പലിൽ യാത്ര ചെയ്തോണ്ട്. they always referred to this North Star and traveled. ഈ നോർത്ത് സ്റ്റാറിന് പറയുന്ന പേരാ പോളാറിസ് എന്നും പോൾ സ്റ്റാർ എന്നൊക്കെ പറയും. And there is another reference like Polaris or Pole Star, that is the reference. അപ്പോൾ സ്വർഗം ഈ റെഫറൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഉയരത്തിൽ നക്ഷത്രങ്ങളുടെ മീതെ അത് എവിടാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം. So from this there's an indication where that above the stars, the north side, so man has found through science that it is the farthest side. ഈ വലിയ പവർഫുൾ ടെലസ്കോപ്പ് വെച്ചിട്ട് അവര് ദൂരെയുള്ള നക്ഷത്രം കണ്ടുപിടിച്ചു. And they have through the telescopes found the farthest stars. അതിന്റെ ദൂരം അളക്കാൻ കിലോമീറ്ററും മൈലും ഒക്കില്ല. For the measure the distance, it cannot be through kilometers and miles. അതിന് പറയുന്ന അതിന്റെ ദൂരം അളക്കുന്നത് കിലോമീറ്ററിലല്ല, അതിന് പറയുന്നത് പ്രകാശ വർഷം, light years. Yeah, light years is what is used to measure the distance. അപ്പം അതിന്റെ കണക്കാണെന്ന് പറയാം. I would like to say the statistics. ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം, the farthest star, 500 മില്യൺ ലൈറ്റ് ഇയർ ദൂരമാണ്. It's almost 500 million light years farther. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? What does it mean? പ്രകാശം 1,86,000 മൈൽ സെക്കൻഡിൽ യാത്ര ചെയ്യും. The light travels with 186 miles per that's a second. 1,86,000, അതായത് 180,000. 180,000 is the speed. Miles ഒരു സെക്കൻഡ് ലൈറ്റ് ട്രാവൽ ചെയ്യും. In 1 second, that is the speed of the travel. ആ സ്പീഡിൽ വണ്ടി ഓടിക്കാമെങ്കിൽ, if you can travel in that speed, 500 മില്യൺ ഇയേഴ്സ് എടുക്കും അവിടെ ചെല്ലാൻ. So it will be 500 million years that will. So you can imagine എവിടെ ആ സ്റ്റാർ നിൽക്കുന്നത്. So you can imagine where that star is. ഞാനത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, when uncle was reading that, he thought like this. ഒരു റഷ്യൻ ആസ്ട്രോനോട്ട്, there was a Russian astronaut, യൂറി ഗഗാറിൻ. Yuri Gagarin. നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും, അദ്ദേഹം റോക്കറ്റിൽ ഈ സ്പേസിൽ പോയി. And he went to the space in the rocket. പിന്നെ പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. And it is what has come in newspaper that ഞാൻ അവിടെ എല്ലാം നോക്കി ദൈവത്തെ കണ്ടില്ല. He said that he went around and he did not find God. അദ്ദേഹം ഈ പുഴു ഇത് ചെയ്യുന്ന പോലെ ഈ സ്പേസിന്റെ മണ്ടേ കിടന്നൊന്ന് കറങ്ങി നമ്മളൊന്ന് ഓർത്ത് 500 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ് ഈ വലിയ നക്ഷത്രം കണ്ടിരിക്കുന്നത്. He just used a small vehicle to understand the greatness of God, and here the measure is so far further the point is. പക്ഷെ നമ്മൾ ആ സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച്, അത്രയും ദൂരെയൊക്കെ നമ്മൾ പോകുന്നത്. And just imagine we are going to go into heaven so far. സൈമൺ സാർ അതായിരിക്കും പാടിയത്, 1000 കോടി നക്ഷത്രങ്ങളെ താണ്ടി പോയിടുന്ന മാർഗം ഊഹിക്കാവതോ എന്നൊക്കെ പാടിയിട്ടുണ്ട്. That was the expression of KVS Apachan in his song. ഒരു നിമിഷത്തിനുള്ളിൽ നമ്മളൊക്കെ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ദൈവശക്തിയുടെ വലുപ്പമാണ്. Oh, it's the power of God, and in the twinkling of a moment we will reach that place. What kind of place is this heaven? What kind of place is this heaven? സ്വർഗ്ഗം എങ്ങനെയുള്ളൊരു സ്ഥലമാണ്? What type of place is this? നമ്മൾ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. We have not gone to that place, so we do not know. ആദ്യം നമ്മൾ ഓർക്കണം, കർത്താവ് സ്വർഗ്ഗത്തിൽ കയറിയിരിക്കുന്നത്. നിങ്ങൾ എബ്രായലേഖനം 6-ാം അധ്യായം നോക്കിയിട്ട് നമുക്ക് പോകാം. Let's see Hebrews chapter 6 and then proceed further. നമുക്ക് ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. When we go to any unfamiliar place, there is a difficulty. ഈ സ്വർഗ്ഗം നമുക്ക് പരിചയമില്ല. We are not familiar with this heaven. എന്നാൽ ഇവിടെ വായിക്കുന്നു Hebrews chapter 6 Hebrews chapter 6 അതിന്റെ 20-ാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന്
വായിച്ചേ 20-ാം വാക്യം. Hebrews 6:20. Verse 20. Where the forerunner has entered for us. ആ ഫോറിനർ ഹാസ് entered. ഇവിടെ മലയാളത്തിൽ വായിച്ചാൽ മുമ്പ് കൂട്ടി പ്രവേശിച്ചെന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് വായിച്ചിരിക്കുന്നത് he has entered into heaven as a forerunner. Now here the reference is that he has entered the heaven as a forerunner. എന്താ ഈ ഫോറിനർ എന്ന് പറഞ്ഞാൽ? What is this forerunner meaning? John the Baptist കർത്താവിന്റെ ഫോറിനറാ. John the Baptist was Lord Jesus Christ's forerunner. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. An example. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാന്ന് വിചാരിച്ചു. Say the American president is coming to India. ഞാനും നിങ്ങൾ യാത്ര ചെയ്യുന്ന പോലെ പ്ലെയിനിൽ കയറി പുള്ളി വരത്തില്ല. It's not like we travel, like he just enters the plane and comes and travels. പുള്ളി അവിടെ വരുന്നതിന് മുമ്പ് ചിലർ വരുവാണ്. Before he reaches, there are other persons who reach before him. അവർ വന്ന് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി, അദ്ദേഹത്തിന്റെ കംഫർട്ട് എല്ലാം ശരിയാക്കും. The whole group comes before him and they check his security. നിങ്ങൾക്കറിയാമോ അവർ കിടക്കുന്ന തലവണ്ണ വരെ കൊണ്ടുവരും. Even the പ്രസിഡന്റ് കിടക്കുന്ന തലവണ്ണ വരെ. Even the pillow that the president lies on, they bring that. അവർ ഇവിടെ ഇന്ത്യ വരുമ്പോൾ everything should be comfortable. So the main aim is that when the president reaches India, he should be comfortable. ആ മുന്നേ വരുന്നവരുടെ പേരാ foreigners. And those who go before are referred to as foreigners. കർത്താവ് എനിക്ക് വേണ്ടി ഫോറിനറായിട്ട് സ്വർഗ്ഗത്തിൽ കയറിയെന്ന്. So here the verse says that Lord Christ has already entered heaven as a foreigner. ഒന്ന് ചിന്തിക്കാനൊക്കുമോ? Can you imagine, comprehend that? ഞാനും നിങ്ങളുമാണ് ഡെലിഗേറ്റ്സ്. Oh, we are the delegates. എന്റെ ഫോറിനറാണ് കർത്താവ് എന്നൊന്ന് ആലോചിച്ച്. Just imagine our Christ is the foreigner for us. മറ്റൊരു കാര്യം കൂടി ഓർക്കണം. Another aspect. ഈ സ്നാപി യോഹന്നാനെ കൊന്ന ശേഷം കർത്താവ് ഹെരോദാവിനോട് സംസാരിച്ചിട്ടില്ല. We see that after King Herod killed John Baptist, Christ is not speaking to him. കർത്താവ് പിന്നെ ഹെരോദാവിനോട് സംസാരിച്ചിട്ടില്ല. Christ has not spoken to കാരണം him. കർത്താവിന്റെ ഫോറിനറിനെയാ കൊന്നുകളഞ്ഞു. Because he killed Christ's foreigner. ഒരു ഫോറിനറിനെ കൊന്നാൽ ആള് ആരുടെ ഫോറിനറാണോ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. Oh, when a foreigner is killed, the meaning is that the one who is following, you are not accepting him. എന്നാൽ സ്വർഗ്ഗത്തിൽ കർത്താവിനെ തേജസ്കരിച്ചു, മഹത്വീകരിച്ചു. അതിന്റെ അർത്ഥം അവന്റെ പുറകിൽ വരുന്ന അവന്റെ കാന്തയ്ക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരം. Oh, we know that Christ was accepted, glorified in heaven. So the bride which is going to follow this bridegroom is already accepted. നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കത് പെർഫെക്റ്റ്ലി കംഫർട്ടബിൾ ആയിരിക്കും. So we will be assured that the place is so comfortable. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞു, I go to prepare a place. Because the forerunner of Christ has gone to prepare a place. അവൻ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. Oh, he is preparing the place for us. എന്നാൽ ഈ സ്ഥലം എങ്ങനത്തെ സ്ഥലമാണ്? Oh, but what kind of place is this? ബൈബിളിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? Is there any reference in the scripture? എന്നെ കണ്ണു തുറന്നൊരു ഭാഗം ഞാൻ കാണിക്കാം. One thing which really was an eye opener. ഡ്യൂട്ടോണമി 11, ആവർത്തനം 11. Deuteronomy chapter 11. എന്തുകൊണ്ടോ മലയാള ഭാഷയിൽ അത് വിട്ടുപോയി, ഇംഗ്ലീഷ് ഭാഷയിലേ ഉള്ളൂ. Somehow in Malayalam translation the meaning is left out. യെസ്. ദൈവം യഹൂദരോട് പറയുകയാണ്. Lord is referring to the Jewish here, the Israelites. 11ന്റെ 1-ാം വാക്യം. Chapter 11 and verse 1. നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിച്ച് അവന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചാൽ. It says therefore you shall love the Lord your God and keep his charge, his statutes, his judgments. അവർക്ക് എന്താ പ്രതിഫലം എന്ന് പറയുന്നുണ്ട്. And what is the reward it's saying here? 21-ാം വാക്യം. അത് മലയാളത്തിൽ വിട്ടുപോയെ, ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കണേ. 21-ാം വാക്യം. Verse 21. Yes, read it in English first. That your days and the days of your children may be multiplied in the land of which the Lord swore to your fathers to give them, like the days of the heaven above the earth. ഓ, ആ വാക്യം കണ്ടോ? അത് മലയാളത്തിലില്ല. Your days and the days of your children will be like the days of heaven. Oh, see the comparison here. The reward to the Israelites is your days and days of your children will be like the days of heaven above the earth. In other words, I will make your home as a heaven on this earth. Other meaning is that he will make us the home like heaven. അപ്പം നിന്റെ വീട് സ്വർഗ്ഗമാക്കി തീർക്കാം നിന്റെ കുഞ്ഞുങ്ങളോടൊത്ത് നീ In താമസിക്കുമ്പോൾ. terms of the reward, your home is transformed as in heaven. അത് ഇസ്രായേലിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. Oh, that's a promise given to the Israelites. FB മേയറിനോട് ചോദിച്ചു, what is your concept of heaven? FB മേയർ was asked, what is the concept of heaven for you? അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു. He replied like this. My concept of heaven is a happy family. He says, my concept of heaven is a happy family. ഈ വാക്യം നമ്മളെ അത് പഠിപ്പിക്കുന്നു. And that is what this scripture reminds. ഇവിടെ സന്തോഷകരമായ ഒരു കുടുംബം, ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സ്ഥലം എവിടെയാണ്? Where is the greatest joyful place in earth? It is my own family. It is our own family.
എനിക്ക് എപ്പം വേണേലും ഓടിച്ചെല്ലാൻ കഴിയുന്ന എന്റെ കുടുംബത്തില്. Oh, it's a place where any time you can run to. ആരെന്നെ തെറ്റിദ്ധരിച്ചാലും എന്ത് ചെയ്താലും എന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും അടുക്ക ചെല്ലുമ്പോൾ it is my home. Oh, whoever misunderstands or mistreats us when we come to the family, the wife and the children, there is a comfort. ഇംഗ്ലീഷിലെ ഭാഷയിൽ ഒരു സർവേ നടത്തി. There was a survey done in English to find out ഏതാണ് ഏറ്റവും നല്ല ഇംഗ്ലീഷ് വേർഡ് എന്നറിയാൻ. to find out which is the best English word. അതിന്റെ റിസൾട്ട് വന്നത് ഹോം. The word that was came out as the best in word survey is home. ലോകത്തിലെ ഏറ്റവും നല്ലത് ഹോമാണ്. The best is the home. ഇവിടെയും പറയുന്നു സ്വർഗം താഴെ വരുന്നു ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ heaven is also a happy family. It also when it says that the earth is transformed into heaven, same way heaven is a happy family. നമ്മൾ പറയാറില്ലേ ഹോം സിക്ക് ആണ്. We sometimes say that we are homesick. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോ എന്നെ എന്റെ അപ്പം കൊണ്ടുവന്ന് ബോർഡിംഗിൽ ഇട്ടു. After 4th standard, uncle was left in a boarding place. കൊല്ലത്ത് തങ്കശ്ശേരി കൊണ്ടുവന്നിട്ടിരിക്കുക. It was in Kollam, one place, in the boarding place. ആ മൂലയ്ക്കൊക്കെ പോയിരുന്ന് കരമായിരുന്നു. And uncle used to go into corners and cry. ഈ അവധി കിട്ടുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന പ്രതീതിയാ. Oh, when holidays come, it is like going to heaven. ഓ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പ്രാർത്ഥിക്കും ദൈവമേ ഈ വണ്ടി അങ്ങ് മറിയണേ. തിരിച്ചു പോകാൻ ഇഷ്ടമല്ല. So uncle never decided to go to that boarding place. കാരണം സ്വന്തം വീട് it is a place of heaven. Because our own home is a place of heaven. ഹോം സിക്ക് നമ്മൾ ആ വീട്ടിൽ പോകാനുള്ള ഒരു ആഗ്രഹം. The expression of homesick, the desire to go to home. Yes, സ്വർഗം ഒരു വീടാണ്. Oh, heaven is a home. ഈ എല്ലാ അസൂയയും വൈരാഗ്യങ്ങളും ജലസിയും ഒക്കെ മാറിയിട്ട് ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള റിലേഷനിൽ നമ്മൾ അവിടെ ആയിരിക്കാൻ പോവുകയാണ്. Oh, we are going to be in a relationship away from all the jealousy and envy and grudges that we carry. നമ്മളെല്ലാം ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കാൻ പോവുകയാണ്. Oh, we are going to reside in the home of our Lord. എന്റെ പിതാവിന്റെ ഭവനം. Oh, he says that in the Father's home. ആ അപ്പന്റെ മക്കളായി അവിടെ ഇരിക്കും. Oh, we will be like his children there. ആ സ്വർഗം എങ്ങനെയാണ്? How is that heaven? വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ. Let's turn to Revelation. 21 chapter 21. പണ്ട് ഇപ്പോഴായി ഇൻസ്റ്റന്റ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പണ്ട് പഴയ ആളുകൾക്ക് അറിയാം ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ട്. In the earlier times, there was a concept of camera that once you click, there is a negative that is there. നെഗറ്റീവ് എടുത്തെങ്കിലേ പോസിറ്റീവ് എടുക്കാനൊക്കത്തുള്ളൂ. It's only if you have the negative, then only have the positive result of that photo. സ്വർഗം എങ്ങനെയാണ്? How is it heaven? സ്വർഗം എങ്ങനെയാണെന്ന് പറയുന്നതിന് പകരം കുറെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു. To understand heaven, we need to study the negatives for that. 7 ദൈവത്തിന്റെ ഫുൾനെസ് നമ്പറാണ്. 7 signifies fullness. 7 കാര്യം അവിടെ ഇല്ലെന്ന് പറഞ്ഞു. In heaven there are 7 things that is not there. എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ സാധ്യമല്ല. ഞാനത് 7 അങ്ങ് പറഞ്ഞു വിടാം. We will just say the 7 negatives that is not there. അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലം ആലോചിച്ച് അതൊരു സ്വർഗമാണ്. Oh, if that 7 negatives not there, that place is heaven. Revelation 21. Revelation chapter 21. Verses 1. Verse 1. സമുദ്രം ഇനിയില്ല. They are saying there was no more sea. ബൈബിളിൽ സമുദ്രം കാണിക്കുന്നത് ഡിസ്റ്റർബ്ഡ് മാൻകൈൻഡിനെയാണ്. എല്ലാം തകർന്നു കിടക്കുന്ന. The Bible refers to sea as a disturbed mankind. ലൂക്കോസ് 21:25 If Luke 21:25 കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ടാകും. Oh, there's a lot of depression and disappointment in terms of the turning around of the seas. യേശുക്രിസ്തു Lord ശിഷ്യന്മാരുടെ അടുക്കൽ ഇളകി മറിയുന്ന സമുദ്രത്തിന്റെ അടുക്കൽ 2 പ്രാവശ്യം. And twice he went among the storms when disciples were there. ഒന്ന് Matthew 14. In Matthew 14. അന്നേരം കർത്താവ് ആ കപ്പലിലില്ല. In that time Lord is not there in the boat. അവന് മലയിലാണ്. He is in the mountain. ഇതെല്ലാം കൂടെ ഇളകി മറിഞ്ഞ് അവര് ഭയപ്പെട്ടു. And when the seas is roaring, they are all fearing. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം In the second aspect, മർക്കോസ് 4:35 when Mark chapter 4 and 35, കടൽ ഇളകി മറിയുമ്പോൾ കർത്താവ് ഷിപ്പിലുണ്ട്. and when the storms are becoming raging high, the Lord is there in the ship. ആദ്യത്തെ പ്രാവശ്യം In the first instance, കർത്താവ് സമുദ്രത്തെ ശാന്തമാക്കി. the Lord is calming the sea. രണ്ടാമത്തെ പ്രാവശ്യം In the second instance, ഈ ഭയപ്പെട്ട ശിഷ്യന്മാരുടെ ഹൃദയത്തെ ശാന്തമാക്കി. and he is calming the hearts
of the disciples who were ഇന്ന് disturbed. കർത്താവ് നമ്മുടെ ഹൃദയത്തിന് ശാന്തത തരും. Even now, Lord gives solace to our hearts. ഇനി അവൻ മടങ്ങി വരുമ്പോൾ ഇളകിമറിയുന്ന ലോകത്തെ അവൻ ശാന്തമാക്കും. Oh, when he comes back, all the world is in a disturbed state. He will pacify. Second aspect. 21-ന്റെ 4-ാം വാക്യം. Revelation 21 and verse 4. അവിടെ വായിക്കുന്നു, ഇനി ദുഃഖമുണ്ടാകില്ല. It says there is no more sorrow there. മനുഷ്യന്റെ ദുഃഖം നോക്കി. See the sorrow of man. യോബ് എഴുതി, Job said like this 14:1 in 14:1. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. He says the man who is born out of a woman is in perfect pain. Yes. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണൻ. അവന്റെ ആയുസ് മൊത്തം നോക്കിയാല് ഈ കഷ്ടതയല്ലാതെ വേറെ ഒന്നുമില്ല. If you see his full age or full time is full of sufferings. പിള്ളേരോർക്കും സ്കൂളൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. Even children say like, no, just if the school just gets over. സ്കൂൾ കഴിയുമ്പോൾ അറിയാം കോളേജിലെ ബുദ്ധിമുട്ട്. Once the schooling is done, you know the problem in the college. അത് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ കയറുക. And after that you enter into the family life. ഓരോ ചുവടിലും മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളൊന്നും. In each phase the problem for man is there. ഇവിടെ പറയുന്നു അവന്റെ ആയുസ് മുഴുവൻ കഷ്ടസമ്പൂർണ്ണത. Oh, Job says that his lifetime is full of suffering. ഇവിടെ രേഖപ്പെടുത്തി ഇനി ദുഃഖം ഉണ്ടാകും. But Revelation says that there is no more sorrow. That is heaven. That is heaven. 3. Third aspect. 4-ാം വാക്യത്തിൽ ഇനി കണ്ണുനീരുണ്ടാകില്ല. Verse 4 says there will no more tears. ലോകം മുഴുവൻ കണ്ണുനീര് നിറഞ്ഞതാണ്. Oh, the world today is full of tears. എന്തെല്ലാം കാര്യത്തിന് വേണ്ടി മനുഷ്യൻ കരയുന്നു. Oh, for what all things is he crying? എന്നാൽ ഇവിടെ കരയില്ല. But here in Revelation he says there is no more tears. എത്രയോ ശവകുടീരങ്ങളുടെ മുന്നിൽ ആളുകൾ കരയുന്നു. How many grave tombs people are crying? രോഗത്തിന്റെ മുന്നിൽ In front of sickness. എന്തെല്ലാം കരച്ചിലാണ്. What all cries we see? കുറ്റബോധം. Guiltiness. ഞാൻ കൊച്ചിയിലൊരു ജയിലിൽ ചെന്ന് എനിക്ക് മറക്കാനൊക്കില്ല. ജയിലിലെ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ Uncle one time went to a jail for spreading gospel. അവരെ എല്ലാം പുറത്തിറക്കി അവർക്ക് സുവിശേഷമൊക്കെ പറഞ്ഞു ഒരു ഡോണറ്റ്സോ ഏതാണ്ടൊക്കെ കൊടുത്തേച്ച് അവരെ വീണ്ടും ജയിലിനകത്ത്. They are brought out of the prison and then they are given some of the snacks to eat and then they are taken back. ഞാൻ നടന്നിങ്ങനെ വരുമ്പോ And when uncle was walking through, ഞാൻ ഈ സെല്ലിന്റെ സൈഡിൽ നോക്കിയപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുക. and in one of the cell, one of the person is trying to speak. പ്രായം ചെന്ന ഒരാൾ. A person in an age. ഈ കൈ കൊണ്ട് കമ്പിയെ പിടിച്ചിട്ടുണ്ട്. He has grasped the bars and ഞാൻ നോക്കിയപ്പോൾ കണ്ണിന്ന് കണ്ണുനീര് ഞാൻ ഒഴുകി. and continuously tears are falling from his eyes. ഒറ്റ ചോദ്യം എന്നോട് ചോദിച്ചു. One question he asked. എന്റെ പാപം ക്ഷമിക്കുമോ? He says that will my sins be forgiven? കുറ്റബോധം. Oh, it's that guiltiness. ആ പാപബോധം കുറ്റബോധം ഇതൊന്ന് ക്ഷമിച്ചു കിട്ടുമോ? Oh, the guilt of sin, whether it will be forgiven. ഇവിടെ വായിക്കുന്നു ഇനി കണ്ണുനീരുണ്ടാകത്തില്ല. Oh, Revelation reminds us there is no more tears. 4. Fourth aspect. 4-ാമത്തെ കാര്യം Fourth point. അവിടെ വായിക്കുന്നു ഇനി കഷ്ടത ഉണ്ടാകത്തില്ല. There will be no more suffering. പെയിൻ എന്നാണ് ഇംഗ്ലീഷ്. നോ മോർ പെയിൻ. There is no more pain in verse 24, verse 4. നോ മോർ പെയിൻ. അത് മലയാളത്തിൽ കഷ്ടത എന്നാ, പക്ഷേ പെയിൻ. It says that there shall be no more pain. 5-ാമതായിട്ട് Fifth point. 3-ാം വാക്യത്തിൽ നോ മോർ കേഴ്സ്. ശാപം ഉണ്ടാകത്തില്ല. There will be no more curse. ഇന്ന് നോക്കി ലോകം ശപിക്കപ്പെട്ടു. സ്ത്രീ വേദനയോടെ പ്രസവിക്കുന്നു. ഇതെല്ലാം ശാപത്തിന്റെ കീഴിലായതുകൊണ്ടാണ്. Oh, because the earth is cursed. The pain, the labor pain, and all is an aspect of curse. അത് മാറും. That will be removed. 6-ാമതായിട്ട് Sixth point. 22-ന്റെ 5 in chapter 22 and verse 5. ഇനി രാത്രി ഉണ്ടാവില്ല. There will not be night. ഈ ഇരുട്ട് ബൈബിളിൽ ഇഗ്നറൻസിനെ ഒക്കെ കാണിക്കുന്ന. Darkness always speaks about ignorance. യെസ്, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. It says that there shall be no night. അവസാനമായി Last point. 4-ാം വാക്യം, 21-ന്റെ 4-ാം വാക്യം. Revelation chapter 21 and verse ഇനി 4. മരണം ഉണ്ടാകില്ല. There will be no more death. 7 കാര്യങ്ങൾ പറയുന്നു. Here are 7 points. നമ്മൾ തന്നെയാണ് ഇമാജിൻ ചെയ്തത്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, ശാപമില്ലാത്ത ആ സ്ഥലം സ്വർഗമാണ്. Oh, see the 7 no's that we find. No more tears, no more pain, no more sorrow, no more death is the place where heaven is referred to. ബാക്കി ഒരു 5 മിനിറ്റോട് എടുത്തോട്ടെ. 5 more minutes. യെസ്.
നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുമോ? Will we identify our dear ones? തിരിച്ചറിയും. We will. ദാവീദ് പറയുന്നു 2 ശമൂവേൽ 12:23. വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകുകയാണ്. David refers to in 2 Samuel 12:18. അവന്റെ കുഞ്ഞിനെ അവിടെ ചെന്ന് കാണും. He says that I will see my son there. യാക്കോബ് പറയുന്നു, Even Jacob is saying that. ഉൽപ്പത്തി 37:35. Genesis chapter 37:35. എന്റെ മകന്റെ അടുക്കലേക്ക് ഞാൻ പോകും. Oh, I will go near to my son. മറുരൂപമലയിൽ, in that mountain. ട്രാൻസ്ഫിഗറേഷൻ, The mount of transfiguration. 1500 വർഷം മുമ്പ് മരിച്ച മോശയെയും 1005 years back, the one Moses who died, 900 വർഷം മുമ്പ് എടുത്തുകൊള്ളപ്പെട്ട ഏലിയാവിനെ, and the one who was taken up 900 years back, അവരെ മോശ ഏലിയാവാണെന്ന് പറഞ്ഞില്ല. they did not know each other or identify each other. പക്ഷെ അവർക്ക് ഈ പത്രോസിനൊക്കെ മനസ്സിലായി ഇത് മോശ ഏലിയാവാണ്. But they all understood, Peter all understood they are Elijah and Moses. 1 തെസ്സലോനിക്ക 2-ാം അധ്യായം 1 Thessalonians chapter 2, 19-20. 19 and 20. പൗലോസിന് തെസ്സലോനിക്ക വിശ്വാസികളെ കാണണം. He wanted to see the believers in Thessalonica. എന്നാൽ അവിടെ വായിക്കുന്നു സാത്താൻ തടസ്സപ്പെടുത്തി. But here he is saying he's been hindered by Satan. പൗലോസിന് കാണാൻ കഴിയുന്നില്ല. He is not able to see them. അന്ന് പൗലോസ് അവരോട് പറഞ്ഞു, At that time Apostle Paul is saying, കർത്താവിന്റെ വരവിൽ, oh, at the return of the Lord, എന്റെ സന്തോഷം നിങ്ങളായിരിക്കും അവിടെ. oh, my joy will be you in there. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണുവോടെ. Oh, Apostle Paul is saying, I will see you there. അന്ന് എന്റെ സന്തോഷം നിങ്ങളായിരിക്കും. And you will be my joy in that place. അപ്പം പൗലോസിന് അവരെ തിരിച്ചറിയാൻ കഴിയില്ല, പിന്നെന്താണ്? If Apostle Paul is not able to recognize, then what is the point? തിരിച്ചറിയും. Oh, you will be able നമ്മുടെ to പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയും. oh, we will identify our dear ones. നമ്മുടെ പേര് കഴിഞ്ഞ ദിവസം ഓർത്തോടെ എഴുതിയിട്ടുണ്ട്. Oh, our names are written in heaven. നമ്മുടെ പേര് നമ്മുടെ വ്യക്തിത്വത്തിനെ കാണിക്കുന്നു. And that speaks about our personality. നാം അവിടെ നിൽക്കും. And we will stand നമ്മുടെ there. പേര് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ കാണും. And when our names are called, we will be there. പിന്നെ ഏറ്റവും മനോഹരമായ പഠനം, And the most important യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ച് 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചു. after resurrection, Lord Jesus Christ was there in this earth for 40 days. ആ 40 ദിവസത്തിന്റെ ചരിത്രം നോക്കിയാൽ, If you see the history of those 40 days, എങ്ങനെയാണ് സ്വർഗം എന്നുള്ളത് മനസ്സിലാവും. and we can understand how heaven is. ആ ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. We can know what relationship is. കർത്താവ് മറിയയുടെ അടുക്കൽ വന്നു. The Lord came to Mary യോഹന്നാൻ 20 in John chapter 20. അവളെ കണ്ടപ്പോൾ മറിയ എന്ന് വിളിച്ചു. And when he saw Mary, he called her. കർത്താവിന്റെ മരണത്തിന് മുമ്പ് മറിയോടുള്ള ബന്ധം, അതിനുശേഷം മറിയ എന്ന് വിളിച്ചപ്പോൾ that relation is continuing. See, before the death he referred, and after that when he is calling Mary, it says that the relationship is continuing. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ When we see John chapter തോമസിന്റെ അടുക്കൽ വന്നു. he comes to Thomas. എന്റെ കർത്താവ് എന്റെ ദൈവമേ. Oh, he says, my Lord, my God. ആ കർത്താവിനോടുള്ള ബന്ധം തോമസിന് അറിയാം. അപ്പോഴും അത് നിലനിൽക്കുകയാണ്. Oh, that relationship between Lord he knows, and that is what is still there. Yes, ആ ബന്ധം മുന്നോട്ട് പോകും. പത്രോസിന്റെ ജീവിതത്തിൽ അതുണ്ട്. Even in the life of Peter, ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ, when we study this word, myself, എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, my personality is, my life is a gift of God. My life is a gift of God. That is the important thing. അത് നിത്യതയിൽ നിലനിൽക്കും. And that will be till eternity. ഒരിക്കലും മരണത്തിന് അത് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയില്ല. Death cannot destroy that aspect. ഞാൻ 1-2 വാക്യം വായിച്ചോട്ടെ. Couple of verses. Isaiah 33:17. Isaiah chapter 33 and verse 17. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായ ഒരു ദേശം കാണും. നിന്റെ കണ്ണ്, your own eyes will see. It says your eyes will see the king in his beauty. സങ്കീർത്തനം 17 നോക്കാം. Let's turn to Psalm 17. 14-15 വാക്യം. 14 and 15. 14-ാം വാക്യം ഒരുപാട് ഞാൻ ഓർത്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. Verse 14 is something which uncle has meditated a lot of time. Men of the world who have their portion in this world. He says that for men of the world who have their portion in this life. ഈ ലോകത്തിന്റെ മനുഷ്യന്റെ ഓഹരി ഈ ആയുസ്സിലാണ്. Oh, the portion is in this life for the men of the world. 15-ാം വാക്യം. Verse 15. Yes, വായിച്ചാട്ടെ. As for me, I will see your face in righteousness. I shall be satisfied when I awake in your likeness. ഞാൻ തൃപ്തനാകുന്നത് നിന്റെ മുഖം കാണുമ്പോഴാണ്. Oh, I shall be satisfied when I awake in your likeness. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം. Job chapter 19. അതിന്റെ 27-ാമത്തെ വാക്യം. Verse 27. എന്റെ കണ്ണ് തന്നെ നിന്നെ കാണും. Oh, my own eyes will see you. നമ്മൾ തന്നെ പുനരുദ്ധാനം പ്രാപിച്ച് ശരീരത്തിൽ കർത്താവിനെ കാണും. Oh, we ourselves with our own eyes will see the resurrected Christ. ഞാൻ
സമയം പോയതുകൊണ്ട് നിർത്താം, കാരണം എനിക്ക് നിവൃത്തിയില്ല മുന്നോട്ട് പോകും. Because of the shortage of time, we would like to stop here. പുത്തൻ യെരൂശലേമിനെ കുറിച്ച് എടുക്കണമെന്ന് വിചാരിച്ചു, നിവൃത്തിയില്ല. We wanted to take the New Jerusalem, but no time. ഒരു കാര്യം മാത്രം പറഞ്ഞു ഓർപ്പിക്കട്ടെ. One more thing to remind. ദൈവം വസിച്ചത് പഴയ നിയമത്തിൽ In the Old Testament, Lord dwelled in സമാഗമന കൂടാരം, in the tabernacle. അതിന്റെ മോസ്റ്റ് ഹോളി പ്ലേസ്. In the most holy place of the അത് tabernacle. 10 ക്യൂബിറ്റ് ക്യൂബ, 10 ക്യൂബിറ്റ് ലെങ്ത്, 10 ക്യൂബിറ്റ് വിഡ്ത്, 10 ക്യൂബിറ്റ് ഹൈറ്റ്. It is 10 cubit in length, breadth, and height. അവിടെ പുറത്തുനിന്നുള്ള വെളിച്ചമില്ല. There is no outer light that is coming in. വേറെ ഒന്നും അവിടെ കത്തിക്കുന്നില്ല. And there is no nothing being lit there. ആ ശേഖന്റെ ഗ്ലോറി നിറച്ചു വെച്ചിരിക്കുക. Oh, the glory of Shekinah is covering that. സലോമോന്റെ ദേവാലയം In the temple of Solomon, 20 cubits length, 20 cubits width, 20 cubits height. 20 cubit length, breadth, and height. അത് ക്യൂബ, വീണ്ടും മോസ്റ്റ് ഹോളി പ്ലേസ്. Again, a cube aspect in that most holy അത് place. നിറഞ്ഞ ദൈവശോഭയാണ്. Oh, again, it has been full of the glory of God. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം, The mansion that God is preparing, again a cube. is again a cube. 12,000 furlong long, It's a 12,000 furlong long, 12,000 furlong width, 12,000 furlong width, 12,000 furlong height. 12,000 furlong height. അത് ഒരു ക്യൂബ. Again a cube. അവിടെ തിരുവചനത്തിൽ വായിക്കുന്നു, അവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചം ആവശ്യമില്ല. Oh, scripture says that there is no light required from the sun and the moon. കുഞ്ഞാട് തന്നെ അതിന്റെ വെളിച്ചം. Because the Lamb of God himself is the light. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട്. Oh, it is the dwelling, the tabernacle, he tabernacled among us. അതാണ് സ്വർഗം. That is what. അത് ഭൂമിയിൽ വരും. It will come in heaven. നാം ആ അതിവിശുദ്ധ സ്ഥലത്ത് അവനോട് കൂടെ വസിക്കും. And we in that most holy place dwell with him. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let the Lord. എത്ര വലിയ പ്രത്യാശയാണ്. Oh, what a great hope we have. നമുക്ക് വേണ്ടി ഈ ആയുസ്സിൽ മാത്രം നമ്മൾ പ്രത്യാശ വെച്ചാൽ, Oh, if we only keep this hope in this lifetime, നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ. then we will be the most pitiable person. അല്ല, നമുക്കൊരു വലിയ പ്രത്യാശ. It's not like that. We have a great hope. നമുക്ക് അല്പസമയം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാം. For a short time there may be sufferings and difficulties, പക്ഷേ ഇതെല്ലാം മാറും. but it will all go away. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. Oh, scripture reminds us this is all for a temporary moment. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let Lord in this service.